നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റോഡ്രിഗോ ഡി പോൾ ടു ഇന്റർ മയാമി. വളരെ സജീവമായിട്ട് ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ ന്യൂസാണത്. ഇപ്പോൾ കാര്യങ്ങൾ വളരെ നല്ല രൂപത്തിൽ പുരോഗമിക്കുന്നു എന്നാണ് ഫബ്രീസിയോ റൊമാനോ അടക്കമുള്ളവർ ഈ ഡീലിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ചില അർജൻറ്റീന ആരാധകർക്ക് ഡീലിൽ ചില നിരാശയുണ്ട്. 30-31 വയസ്സേ ഉള്ളൂ, ഇപ്പോഴേ യൂറോപ്പ് വിട്ട് MLS ഡി പോൾ പോവേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയൂലേ, മെസ്സിയും ഡി പോളും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ മെസ്സിയുടെ ക്ലബ്ബിൽ കളിക്കാൻ ഒരു അവസരം വന്നാൽ ഡി പോൾ അത് നഷ്ടപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ടിനി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകൾ വീണ്ടും വലിയ രൂപത്തിൽ ചർച്ചയാവുന്നത്. അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, വേൾഡ് കപ്പ് പാർട്ടി, അർജൻറ്റീന വേൾഡ് കപ്പ് വിജയിച്ചതിൻ്റെ പാർട്ടിക്ക് അതിൽ അദ്ദേഹം നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മദ്യപിച്ചുകൊണ്ടാണ് അന്ന് അദ്ദേഹം വീട്ടിലേക്ക് വന്നത്. ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുന്ന പോലെ ഞാൻ അദ്ദേഹത്തെ കെയർ ചെയ്തു. കാരണം അദ്ദേഹത്തിന് ആ ഒരു സെലിബ്രേഷൻ നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയധികം ആവേശത്തിലും സന്തോഷത്തിലുമായിരുന്നു. സോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്ന് കാം ഡൗൺ ആവുക, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഐ ലവ് യു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞത് ഐ ലവ് യു ടു മെസ്സി എന്നാണ്. അങ്ങനെ ലഹരിയിൽ അദ്ദേഹം തിരികെ എന്നോട് പറഞ്ഞത് ഐ ലവ് യു ടു മെസ്സി എന്നാണ്. സോ എനിക്കൊന്നും അപ്പോൾ മനസ്സിലായില്ല എന്നാണ് ടിനി പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത് മെസ്സിയും ഡി പോളും തമ്മിലുള്ള അടുപ്പത്തിൻ്റെ ആഴം കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ മെസ്സിയുടെ ക്ലബ്ബ് കളിക്കാൻ ദേശീയ ടീമിൽ എന്തായാലും ഒരുമിച്ചാണ്. അപ്പോൾ ക്ലബ്ബിലും ഒരുമിച്ച് കളിക്കാൻ, ദിവസങ്ങൾ ഒരുമിച്ച് ചെലവിടാൻ അവസരം കിട്ടിയാൽ ഡി പോൾ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോ ഇപ്പോൾ ഡി പോൾ മയാമിയോട് എസ് പറഞ്ഞു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.